പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്കൊരു ഉയർച്ചയില്ലാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതൊക്കെ വിഷയങ്ങൾ, ഞാൻ ചെയ്യുന്നതൊന്നിനും ഒരു മുന്നോട്ട് പോകാൻ കാണുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ഫലപ്രാപ്തി എത്തുന്നില്ല. പലപ്പോഴും ഒരു പക്ഷെ കുഞ്ഞുങ്ങൾ പറയും ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ മാർക്ക് കിട്ടുന്നില്ല. ചിലർ പറയും ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്കൊരു ഉയർച്ചയില്ല. ചിലർ പറയും ഞാൻ എത്ര രീതിയിൽ ബിസിനസ് വലുപ്പപ്പെടുത്താൻ നോക്കിയാലും എനിക്ക് അതിനകത്തൊരു അനുഗ്രഹം ലഭിക്കുന്നില്ല. പലരും പറയുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെയുള്ളവരോടാണ് ഇന്നത്തെ ദൂത്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നിരാശനാണോ? നിങ്ങൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്, നിരാശ ബാധിച്ചിരിക്കുകയാണോ? ഭയം ബാധിച്ചിരിക്കുകയാണോ? ആശങ്ക ബാധിച്ചിരിക്കുകയാണോ? വിട്ടുകൊടുക്കരുത്. ഇന്നത്തെ ദൂത് ഇതാണ്, വിട്ടുകൊടുക്കരുത്. ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞാട്ടെ, വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം എത്ര പ്രതികൂലമാണെങ്കിലും വിട്ടുകൊടുക്കരുത്. അതിന് ആധാരമായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കർത്താവ് ദൈവം തമ്പുരാൻ മനുഷ്യനോട് പറയുക, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രതികൂലവും പ്രതിസന്ധിയും ഒക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലയായിട്ട് നിൽക്കുന്ന പ്രതികൂലത്തെയും നിനക്ക് നേരിടാൻ പറ്റും. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വലിയ മലയുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? വലിയ മല കണ്ടു, മല ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് മല മാറിപ്പോകണമെന്ന്, പക്ഷെ പലപ്പോഴും മലയൊന്നും മാറിപ്പോകത്തില്ല. മല സ്ഥിരമായിട്ട് അവിടെ നിൽക്കുക. അപ്പൊ കർത്താവ് ഈ പറഞ്ഞ വാക്ക് തെറ്റാണോ? കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മലയോട് ചാടി കടലിൽ പോവുക എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ വിടുതലിന്റെ ആരംഭം നിന്റെ മനസ്സിലാണ്. നിന്റെ വിടുതലിന്റെ ആരംഭം, നിന്റെ അത്ഭുതത്തിന്റെ ആരംഭം, നിന്റെ അനുഗ്രഹത്തിന്റെ ആരംഭം നിന്റെ മനസ്സിലാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു വലിയ മല കണ്ടാലും നമുക്ക് വിഷയമല്ല. കാരണം മലയുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കയറാനുള്ള ഒരു അറിവും നമുക്കുണ്ട്. ഏത് മലയാണെന്ന് കണ്ട് ഇന്ന് വരെയും ഒരു വലിയ ഞാൻ സഹ്യപർവ്വതം അവിടെ കാണുന്നു, എവറസ്റ്റ് ഇവിടെ കാണുന്നു എന്ന് പറഞ്ഞ ആരും, അത് ഉദ്ദേശിച്ചു പോയവരാരും മലകയറ്റം നിർത്തുന്നില്ല. അവർ മല കയറി അപ്പുറത്തിറങ്ങും. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറട്ടെ, പ്രതികൂലങ്ങളൊന്നും ഒരിക്കലും നമുക്ക് തടസ്സങ്ങൾ നിലനിൽക്കുന്ന തടസ്സങ്ങളല്ല, അത് ബോധ്യപ്പെടണം. ഇവിടെയും കർത്താവ് അതാ പറഞ്ഞത്, നിങ്ങൾക്ക് കടുമണിയോളം ഉള്ള വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പൊ ഈ മണ്ണിൽ നമ്മളെല്ലാവരും വിത്ത് വിതയ്ക്കുമ്പോൾ അത് മണ്ണിൽ ആഴത്തിലിടുക. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കുറച്ച് മണ്ണും ഇടും. പക്ഷെങ്കിൽ മണ്ണ് നമ്മൾ മണ്ണ് കാണും, ഒന്നും കാണുന്നില്ല. പക്ഷെ തക്ക സമയമാകുമ്പോൾ ആ പ്രതികൂലമെന്ന് കരുതി ആ മണ്ണിനകത്തോട് തന്നെയല്ലേ ഈ ചെറിയ ഈ വിത്ത് കിളിച്ചു വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ പിന്നെ അവന്റെ ശ്രമമോ ബുദ്ധിയോ ഒന്നും അവിടെ ഇല്ല. ആ വിത്തിനകത്ത് ദൈവം നൽകിയ ശക്തിയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊരു ഭാഗം എടുക്കുക. അവിടെ മാർക്കോസിന്റെ സുവിശേഷം 4:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം, അവിടെ ഇതാ ഞാനിപ്പോ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ, വിതച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പണി എന്താ? പിന്നെ വിത്ത് ഇടയ്ക്കിടയ്ക്ക് അത് കിളിക്കുന്നോ നോക്കത്തില്ല പുള്ളി. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഉറങ്ങുകയും ചെയ്യും, ഉണരുകയും ചെയ്യും. അവനറിയാതെ വിത്ത് ഒന്ന് പറഞ്ഞാട്ട് വളരുന്നത് പോലെ ആകുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, വിത്ത് വിതച്ചവൻ പിന്നീട് അവന്റെ ശ്രമങ്ങളൊന്നുമില്ല. വിത്ത് വിതച്ചു, മണ്ണിനകത്ത് വിതച്ചു, പിന്നെ അവന്റെ ശ്രമങ്ങളൊന്നുമില്ല. അവിടെ ഇരിക്കുന്നത് അവൻ അറിയാതെ എന്നാ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞപ്പോ അറിയുന്നത് എന്താ? ആ വിത്തിനകത്തൊരു ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. ഇന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നിങ്ങൾക്ക് നേരിടാൻ പറ്റാത്ത പ്രതികൂലമില്ല, നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു മലയുമില്ല. ഇപ്പം ഉദാഹരണത്തിന് ഈ നദിയൊക്കെ ഒഴുകി വരുമ്പോൾ പാറക്കൂട്ടങ്ങളുണ്ട്, എന്തോ ചെയ്യും? നദി ഒഴുകി വരും, പാറക്കൂട്ടങ്ങളുണ്ട്, എന്തോ ചെയ്യും? അതിനെ തകർത്ത് നദി മുന്നോട്ട് വരും. ഇനി ഇൻ കേസ് തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നദി എന്തോ ചെയ്യും? ആ പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ വഴി കണ്ടെത്തും. ഇന്നെ കേൾക്കുന്നവരോട് പറഞ്ഞ രണ്ട് രീതിയിൽ ദൈവമക്കൾക്ക്
ഈ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ തന്നെ ഉള്ള സൂചനകൾ എത്ര മനോഹരമെന്നറിയാം. പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ ദൈവം തരുന്ന ചില സൂചനകളുണ്ട്. ആ സൂചനകൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മളെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മുമ്പേ പറഞ്ഞതുപോലെ മലകളും അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളും കണ്ടിട്ട് ഒരു നദി ഒഴുക്ക് നിർത്തിയിട്ടില്ല. ഒന്നുകിൽ അതിനെ തകർത്ത് മുന്നോട്ട് പോകും, ഇനി തകർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ തന്നെ വഴി കണ്ടെത്തും. കറക്റ്റാ, ആ പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ തന്നെ വഴി കണ്ടെത്തും. ഒരു നദി, ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞിട്ട്, തുടങ്ങിയ നദി ഒന്നും ഒഴുക്ക് നിർത്തിയിട്ടില്ല. ഒരു മനുഷ്യൻ ഡാം കെട്ടിയാലും ഒരു സമയം വരെ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അത് ഷട്ടർ തുറന്ന് വിട്ടേ പറ്റും. 2018 നമ്മൾ കണ്ടു, എല്ലാ ഡാമും നിറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ സംഭരിച്ചില്ല, അതിന് മുമ്പേ തുറന്നു. അപകടകരമാണ്. പിന്നെ പിടിച്ചു വെക്കുന്ന അപകടകരമാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഉള്ളിൽ ശക്തി തിരിച്ചറിഞ്ഞാൽ നമ്മളെ പിടിച്ചു വെക്കാൻ പിന്നെ പറ്റത്തില്ല. അപകടകരമാണ്. നിങ്ങൾ ബിസിനസ്സിലും സാമ്പത്തികത്തിലും ആരോഗ്യത്തിലും ഒക്കെ തടയപ്പെട്ട് നിൽക്കുകയാണോ? പേടിക്കേണ്ട. ആരാധന അങ്ങോട്ട് കൂട്ടിക്കൂ, ദൈവവചനത്തിൽ അങ്ങോട്ട് ശക്തിപ്പെട്ടു, പ്രാർത്ഥന അങ്ങോട്ട് കൂട്ടിക്കൂ. പിന്നെ നിന്നെ പിടിച്ചു വെക്കുന്നത് അപകടകരമാണെന്ന് പിടികിട്ടും. സാഹചര്യങ്ങൾക്ക് പിടികിട്ടും, നിന്നെ പിടിച്ചു വെക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഉള്ളിൽ നിൽക്കുന്ന കടുമണി ഉണ്ടല്ലോ, അത് വലിയ സാധ്യതകളുണ്ട്. നിന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യരെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ ദൈവം ഈ കഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ അറിയണം. അപ്പോൾ ഈ വിത്ത് ഉള്ളിൽ കിടന്നുകൊണ്ട് വിത്ത് പിന്നെ വളരുന്നത് എക്സ്റ്റേണൽ പവർ കൊണ്ടല്ല, അതിന്റെ ഒരു ഇന്റേണൽ ഡ്രൈവ് ഉണ്ട്. അതിനകത്ത് ഈ വിത്തിനകത്ത് ഒരു ഇന്റേണൽ ഡ്രൈവ് ഉണ്ട്. മണ്ണിനടി കിടക്കുന്ന വിത്ത്. പക്ഷെ അത് നമുക്ക് ആ ഭാഗം എഴുതിയെടുത്ത് തന്നെ അടുത്ത ഭാഗം കൂടെ അത് വായിച്ചിട്ട് ആ മർക്കോസ് 4:28 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭൂമി സ്വയമായി മുൻപേ ഏതാ വിത്ത് വിതച്ചിട്ട് വിതയ്ക്കുന്നവൻ പോയി കിടന്ന് ഉറങ്ങുക. അവൻ ഉണർന്ന് അദ്ദേഹത്തിന്റെ പണികൾ ചെയ്യുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെങ്കിൽ അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിക്കുന്നു, ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. എങ്ങനെ വിളയുന്നു? ഭൂമി സ്വയമായിട്ട് പിന്നെ പ്രവർത്തിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രതികൂലം നിങ്ങളെ വളർത്തും. നിങ്ങൾ കടന്നു വന്ന പ്രതിസന്ധി അത് അവിടെയല്ലേ എഴുതിയത്? ഈ ഭൂമിയല്ലേ തടസ്സം നിന്നത്? ഈ വിതച്ച വിത്ത് നമ്മൾ കാണാൻ പറ്റാത്തത് എന്താ? മണ്ണല്ലേ. അതിന് മുകളിൽ കിടക്കുന്ന മണ്ണ് കൊണ്ടല്ലേ ഇത് കാണാൻ പറ്റാത്തത്? കുറച്ച് സമയത്തേക്ക് കാണുന്നില്ല. പക്ഷെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അയ്യോ മണ്ണ് കാണിക്കാത്തതല്ല, ഭൂമി സ്വയമേ വിത്തിന് വേണ്ടുന്ന ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇന്റേണൽ ഡ്രൈവ് എല്ലാ വിത്തിനകത്തും ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിത്ത് പിന്നീട് വളരുന്നത് ഫോട്ടോസിന്തസിസ് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, അത് ആസ്ട്രോണോമി എല്ലാം പഠിച്ചിട്ട് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ സയൻസ് ആൻഡ് പിന്നെ ടെക്നോളജി മനസ്സിലാക്കിയിട്ടല്ല. അതിനകത്തൊരു ഇന്റേണൽ ഡ്രൈവ് ഉണ്ട്. ഇന്നെ കേൾക്കുന്നവരോട് പെട്ട് ലോകത്തിലെ മുഴുവൻ പഠിച്ചിട്ടല്ല ഒരു ദൈവവേദൽ ജീവിത ജയം നേടുന്നത്. എങ്ങനെയാണെന്നറിയാം? അതിനകത്ത് തന്നെ എത്ര പ്രതികൂലത്തിനകത്തു കിടക്കുമ്പോഴും ആ വിത്തിന്റെ ഉള്ളിലറിയാം, വെളിച്ചത്തെ നോക്കി നിന്നാൽ മതി. വെളിച്ചത്തെ നോക്കി അത് വളരുന്നത്, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ആ ബോധ്യത്തിലാണ് അത് വളരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വെളിച്ചത്തിലേക്ക് സൺഫ്ലവർ നമ്മൾ കണ്ടിട്ടില്ലേ? സൺഫ്ലവർ, സൂര്യകാന്തി, എങ്ങോട്ട് തിരിച്ചാലും സൂര്യകാന്തി അവസാനം സൂര്യനിലേക്കേ തിരിയെത്തും. എങ്ങോട്ട് തിരിച്ച് നമ്മളെ ചെന്ന് ഞെക്കി പിടിച്ച് പിന്നെ കുനിച്ചു നിർത്തിയാലും, പടിഞ്ഞാട്ട് തിരിച്ചാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക്, വെളിച്ചം കിട്ടാത്ത ദിക്കിലേക്ക് തിരിഞ്ഞാലും സ്വാഭാവികമായിട്ട് അത് തിരിഞ്ഞു കറങ്ങി വീണ്ടും സൂര്യനിലേക്ക് വരും, പ്രകാശത്തിലേക്ക് വരും. കാര്യം അതിന്റെ അകത്ത് ഇന്റേണൽ ഡ്രൈവ് പറയുന്നത് എന്താ? നോക്കടാ സൂര്യനിലേക്ക്. ഇന്നെ കേൾക്കുന്നവരോട് കേട്ടെ, നോക്കടാ സൂര്യനിലേക്ക് എന്നാ നമ്മുടെ ഉള്ളിൽ പറഞ്ഞു. ഏതാ? 10,000 കോടിക്കണക്കിന് സൂര്യനേക്കാൾ തേജസ്സുള്ളവനാ യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇത് വല്ല വിശ്വാസമുണ്ടോ? എന്തുകൊണ്ടാണ് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിലും ആരാധനയിലും മറ്റുള്ള പ്രതികൂലവും തുടർന്ന് പോകണ്ട, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചിലര് എന്തുകൊണ്ടാണ് ശക്തിയോടെ മുന്നോട്ട് പോകുന്നത്? അങ്ങനെയുള്ള ഒരു രാമേനൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ, അങ്ങനെ തിരിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ വിടുതൽ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രാമേൻ പറഞ്ഞു. ഒരു സാധ്യതയില്ല, ഒരു സാഹചര്യമില്ല. പക്ഷെ ദൈവം വഴി തുറന്നെന്ന് പറയുന്ന അനുഭവമുള്ളവര് ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതിനകത്ത് ഗ്രേസി സിസ്റ്റർ കേൾക്കുന്നു, മഞ്ജുലാജി സിസ്റ്റർ കേൾക്കുന്നുണ്ട്. മഞ്ജുലാജി സിസ്റ്ററിന്റെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു അത്ഭുത സാക്ഷ്യമാണ്. ചർച്ചിൽ നിന്ന് മടങ്ങിപ്പോയ വ്യക്തി
KSRTC ബസ് സൂപ്പർ ഫാസ്റ്റ് പുറകെ വന്നിട്ട് സഹോദരിയെ തൊട്ടില്ലെന്ന് പറഞ്ഞു പോയി. ആ സഹോദരി ആരോ എടുത്ത് മാറ്റിയതുപോലെ ഇടത്തോട്ട് വീണു. വലത്തോട്ട് വീടായിരുന്നെങ്കിൽ ചരിത്രം മാറിപ്പോയേനെ. ആ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി നിന്ന് വിറയ്ക്കുക. ഇതെന്തുവാ? ഈ സഹോദരി ഇതിന്റെ മുമ്പിലോട്ട് വീണതായിട്ട് അവർക്ക് തോന്നിയത്, പക്ഷെ ഇത് എടുത്തു മാറ്റിയതുപോലെ ഇടത്തോട്ട് വീണു. അവര് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവര് അവിടെ കൂടിയ സഹോദരങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇത് ദൈവമാ മാറ്റിയത്. കാര്യം അവരുടെ കണ്ണിന് മുമ്പേ അവർ കാണുക. ഇങ്ങോട്ട് വീഴുന്ന വ്യക്തി ആരോ തടഞ്ഞു ഇടത്തോട്ട് വീണു. മഞ്ജു സിസ്റ്റർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അനേക ഗ്രേസി സഹോദരി ഇതിനകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്ത് കുറച്ചു പേരുടെ പേരാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരും പ്രവർത്തിക്കാത്ത ചില സമയത്ത് എന്റെ ദൈവം പ്രവർത്തിച്ചെന്ന് പറയുന്ന അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആമേനൊന്ന് പറഞ്ഞ്. ഇത് കാണുന്നവർക്കൊക്കെ ഒരു ഉത്സാഹമാണ്. ഇതിനെ കേൾക്കുന്നുണ്ട്. കേവലം ഒരു കുഞ്ഞിന്റെ കണ്ണ് തുറക്കുന്ന ആ സാക്ഷ്യമാണ് എന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത്. 25 വർഷം മുമ്പേ ഒരു കുഞ്ഞിന്റെ, ബെന്നി ബ്രദറിന്റെ മകന്റെ കണ്ണ് തുറന്ന സാക്ഷ്യമാണ് എന്റെ ജീവിതത്തിൽ ഈ കർത്താവുമായിട്ട് ബന്ധപ്പെടാനിടയായത്. ഒറ്റ സാക്ഷ്യം മതി. നാളെ കർത്താവിന്റെ ദാസൻ ബെന്നി ബ്രദറാണ് കോഴഞ്ചേരി ചർച്ചിൽ ശുശ്രൂഷിക്കുന്നത്. രാവിലെ 6 മീറ്റിംഗിൽ കർത്താവിന്റെ ദാസനാണ് ശുശ്രൂഷിക്കുന്നത്. കഴിവുള്ളിടത്തോളം പേര് കടന്നു വരണം. 6:30 തന്നെ കടന്നു വരണം. അത് വലിയൊരു അനുഗ്രഹമാണ്. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ വലിയ അനുഗ്രഹമാണ്, എന്നും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ആ സാക്ഷ്യമായി ഇന്ന് എന്നെ 25 വർഷത്തിന് ശേഷവും എന്നെ നിർത്താൻ കാര്യം ആ ഒരൊറ്റ സാക്ഷ്യമാണ്. അങ്ങനെയാണ് ജീവിത അനുഭവമുള്ളവർ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞാൽ ഒരു ആമേൻ പറയോ, ഒരു പ്രൈസ് ദി ലോർഡോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം തന്നെ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്തു ഒന്ന് കേൾക്കട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകാം. ഏത് വിത്തും മണ്ണിനകത്ത് വെച്ചാലും സൂര്യകാന്തി പോലെ അങ്ങോട്ട് വെളിച്ചത്തിലോട്ട് തിരിയണം. അതല്ലേ കർത്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. ഞാൻ ആ ഭാഗം നിർത്തി. യോഹന്നാന്റെ സുവിശേഷം 8:12 കർത്താവായ യേശുക്രിസ്തു, അതാ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്, അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്. കാരണം ഇതാ. യോഹന്നാൻ 8:12 വായിക്കുന്നു, ശ്രദ്ധിക്കുക. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു, എന്നെ അനുഗമിക്കുന്നവൻ വളരെ ശ്രദ്ധിച്ചോണോ വാക്ക്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാ സൂര്യൻ. ഇതുപോലെ കോടാനുകോടി സൂര്യന്മാരെ സൃഷ്ടിച്ചവനാണ് യേശുക്രിസ്തു. ഒന്ന് ഓർത്തോണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഫറവോനും ഹെരോദാവും എല്ലാ രാജാക്കന്മാരും കൈസറും എല്ലാം എതിരിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ബെന്നി ബ്രദറിന്റെ മോന്റെ കണ്ണ് തുറന്ന ആ സാക്ഷി ഒരിക്കലും ഈ കുഞ്ഞ് കണ്ണ് തുറക്കത്തില്ലെന്ന് വെല്ലൂരുള്ള ഹോസ്പിറ്റൽ വരെയുള്ള, ആ ഹോസ്പിറ്റൽ മാത്രമല്ല അങ്ങനെയുള്ള പ്രഗത്ഭ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു. അവർക്ക് പറഞ്ഞ ഒറ്റ ഉദ്ദേശമുണ്ട്, ബെന്നി നീ അന്ധനായ ഒരു മകനെ വളർത്തുവാൻ ഇപ്പോഴേ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയിക്കോ. അതേ ഉള്ള അവർക്ക് പറയാൻ. ഈ കുഞ്ഞൊരിക്കലും കാണത്തില്ല. ഇത്രയും ടെക്നോളജിയും സയൻസും വലുതായപ്പോഴും അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ കുഞ്ഞ് ജീവിതകാലത്ത് കണ്ണ് കാണത്തില്ല. ഒരു അന്ധനെ വളർത്താൻ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ. പ്രിയമുള്ളവരെ, മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുകൂടെ എന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് 2000 വർഷം മുമ്പേ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒന്ന് വായിച്ചട്ടാ. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നേ. അത് ഇന്ന് 2025 ഈ ഒക്ടോബർ മാസം 25-ാം തീയതി കർത്താവ് വെളിച്ചമാണെന്ന് പറയുന്നവനാ. സൂര്യകാന്തി ആ പ്രകാശത്തിലേക്ക് തിരിയുന്ന പോലെ ഈ വചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇതൊക്കെ ഒരു മിസ്റ്ററിയാ. ഇതെന്തോ എടുക്കാനാ, പഠിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് മിസ്റ്ററിയാ. കർത്താവ് തന്നെ പറഞ്ഞു, ഇത് മർമ്മമാ. പുറത്തുള്ളവർക്ക് ഞാൻ ഉപമ പറയും, അത് അവർക്ക് ഗ്രഹിക്കാതിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് മർമ്മം വെളിപ്പെടുത്തി തരാം. അതാ കർത്താവ് പറഞ്ഞത്. ഈ വെളിച്ചത്തിലോട്ട് തിരിയുന്നവനുണ്ടല്ലോ, അവന്റെ ഉള്ളിലൊരു വിത്തുണ്ട്. ആ വിത്തിനകത്തൊരു ഇന്റേണൽ ഡ്രൈവ് ഉണ്ട്. എന്താ? വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലവും പ്രതിസന്ധിയും കണ്ണുനീരിന്റെ ഒക്കെ അനുഭവത്തിൽ ഈ കർത്താവിലേക്ക് നോക്കിയത് കൊണ്ട് മാത്രം വിടുതൽ ലഭിച്ചെന്ന് പറയുന്നവരൊരു ആമേൻ പറഞ്ഞു. അല്ലെ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സാക്ഷ്യം ഒന്നുകൂടെ വിശ്വാസം ഒന്ന് വെളിപ്പെടുത്തി. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകൂടെ വായിച്ചിട്ടാ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ
ഇരുളിൽ നടക്കാതെ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറയാം, ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്കാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പറഞ്ഞ വാക്കാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്ക്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകുന്നത്. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ അത് ഏത് മതങ്ങളാണെങ്കിലും പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ദൈവത്തെ, ഈശ്വരനെ ഭജിക്കുമ്പോൾ, ഈ ദൈവത്തെ അനുസരിക്കുമ്പോൾ അതിന്റെ പുറകിൽ അനുഗ്രഹമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് പറഞ്ഞു, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ദൈവം പറഞ്ഞ വാക്ക്. അതുകൊണ്ടാണ് 2000 വർഷം മുമ്പേ സ്വർഗത്തിലെ തമ്പുരാൻ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അന്ന് കർത്താവിന്റെ അതിലേക്ക് മുഖം തിരിച്ച മുഴുവൻ പേരും കുഷ്ഠരോഗികൾ സൗഖ്യമായി, കുരുടന്മാർ സൗഖ്യമായി, പിന്നെ പക്ഷപാത രോഗികൾ സൗഖ്യമായി, പിന്നെ എന്തെങ്കിലും മരിച്ചവരുടെ ആൾക്കാർ കല്ലറയിലോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ മരിച്ചവൻ വെളിയിലോട്ട് വരിക. നൈനിലെ വിധവ, മരിച്ച ഒരു കുഞ്ഞുമായിട്ട് വരുന്ന ഒരമ്മ, അവിടെ കർത്താവ് മരിച്ചവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നു. നിന്നെ കേൾക്കുന്നവരോട് ആ വെളിച്ചം ഇന്നും ഉണ്ട്. ഈ ലൈവിൽ കൂടി വെളിപ്പെടും. ഈ ലൈവിൽ കൂടി ഇന്ന് കർത്താവ് ചിലരെ തൊടും. ഇന്ന് ലൈവിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റി മറിക്കുന്നു. വിട്ടുകളയരുത്, നിങ്ങളുടെ വിശ്വാസം വിട്ടുകളയരുത്. ആ ചെടി, ആ വിത്ത് എന്തോ ചെയ്യുന്നത്, എല്ലാ പ്രതികൂലത്തിനകത്തും അത് ലൈറ്റ് കോൺഷ്യസ് ആണ്. വെളിച്ചത്തെ പറ്റി ബോധ്യമുണ്ട്. നിന്നെ കേൾക്കുന്നവരോട് പ്രതികൂലത്തിനകത്തും പ്രതിസന്ധിക്കകത്തും ഈ വെളിച്ചമായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോണം. അതിനകത്തൊരു അത്ഭുതമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞ സാക്ഷ്യം, എന്റെ ജീവിതത്തിൽ അനവധി സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് വിട്ടുകളയരുത്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, പ്രകൃതിയിലോട്ട് നോക്കിയാൽ ഇതിന്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അതാ ഞാൻ പറഞ്ഞത്, നദികൾ ഒഴുകി വരുമ്പോൾ പാറക്കെട്ടുകൾ കണ്ട ഇനി ഞാൻ ഒഴുകുന്നില്ലെന്ന് പറയുമ്പോൾ ഇല്ല, ഒന്നില്ല, അതിനെ തകർത്തെറി. പറ്റിയില്ലേ വഴി മാറി അതിനകത്തൂടെ വഴി കണ്ടെത്തും. ഇന്നെ കേൾക്കുന്നവരോട്, നിങ്ങളുടെ കടന്നു പോകുന്ന ഏതു വേദനയുടെ അന്തരീക്ഷത്തിനകത്തും ഒരു വഴിയുണ്ട്. പ്രാർത്ഥനയോടെ ഇരിക്കുക, ആരാധനയിൽ ഇരിക്കുക, ദൈവവചനത്തിൽ ധ്യാനിച്ച് കൂട്ടായ്മയിൽ ഇരുന്നു, ഒരു വഴി തുറന്നു വരും. ഇത് വെറും കേവലം ഒരു വാക്കല്ല, ഇത് വിശ്വസിച്ച അത്ഭുതമാണ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ പ്രതികൂലത്തിനകത്തും പലരും പറയും, കണ്ണുനീരാ ബ്രദറെ, കണ്ണുനീര് വറ്റിയിട്ട് എന്റെ കണ്ണുനീര് വറ്റിയിട്ട് ഒരു സമയമില്ല. ദൈവവേദില്ല, കണ്ണുനീര് വറ്റിയിട്ട് സമയമില്ല. ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഇന്ന് ഞാൻ അന്നേരം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലോട്ട് വന്നത്, ആകാശത്തിന്റെ കളർ എന്തോ നീലയാ. ആകാശത്തിന്റെ കളർ നീലയാണ്. ഒറ്റ ചോദ്യത്തിന് മിനി ഉത്തരം പറഞ്ഞു, ആകാശത്തിന്റെ കളർ നീലയാണ്. പക്ഷെ ചില സമയത്ത് കാർമേഘങ്ങളില്ലേ, അന്നേരം നീലയാണോ? ഇരുണ്ടായിരിക്കും. മഴ പെയ്യത്തില്ലേ, അന്നേരം എന്തോ മഴയുടെ അനുഭവമാണോ ആകാശത്തിന്റെ? ഇല്ലെന്നേ. ഒന്നുകൂടെ വിളിച്ചു പറ. ചില സമയത്ത് കാർമേഘം വരും, ചില സമയത്ത് മഴ പെയ്യും. പക്ഷെ അതിനുശേഷം അത് മാറി ആകാശം നീലയായിട്ട് മാറും. അതിന്റെ സ്വതസിദ്ധമായി ദൈവം നൽകിയത് എന്താണോ അത് വെളിപ്പെടും. വീണ്ടും ഞാൻ പറയാം, മഴ പെയ്യുന്നത് എന്തിനാണെന്നറിയാം. ഞാൻ വിശ്വസിക്കുന്നത് മഴ പെയ്യുന്നത് ആകാശത്തെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ്. ആകാശത്തെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അതിനകത്തെ എല്ലാ പൊടിപടലങ്ങളും എല്ലാം മാറിക്കഴിയുമ്പോൾ പിന്നെ കാണുന്നത് ആകാശം നല്ല നീലയോടുകൂടിയാണോ, അതോ മാരാവണ്ണ് മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ? ലോകത്തിൽ എല്ലായിടും അങ്ങനല്ലേ? ഒരു നല്ല മഴ പെയ്തു കഴിയുമ്പോൾ ആകാശം അങ്ങ് തെളിയത്തില്ലേ? എന്നെ കേൾക്കുന്നവരോട്, നിങ്ങൾ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ അകത്തും ഒരു തെളിവ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന കാർമേഘത്തിനകത്ത് ചോദ്യമില്ലാതെ, ഉത്തരവില്ലാതെ, ഭാരപ്പെട്ട് ഭയത്തിനകത്തും ഒരു അത്ഭുതം ദൈവം വെച്ചിട്ടുണ്ട്. കണ്ണുനീര് കഴിയുമ്പോൾ ഒരു നീലാകാശം അവിടെ വെളിപ്പെടുന്നത് പോലെ, മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു നീലാകാശം വെളിപ്പെടുന്ന പോലെ നിങ്ങളുടെ കണ്ണുനീരിന്റെ അവസാനം ഒരു ഉത്തരവുണ്ട് ദൈവത്തിന്. നിങ്ങളെ ചിലയിടത്ത് കർത്താവ് മഹത്വമായി കാണിക്കും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ട്, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചുകൊണ്ട്. ഇപ്പോൾ കണ്ണുനീരിലാണോ ഇരിക്കുന്നത്? ഇപ്പോൾ വേദനയിലാണോ? ചോദ്യചിഹ്നത്തിൽ പേടിക്കേണ്ടെന്നേ. വിട്ടുകളയരുത്. ഒന്ന് പറഞ്ഞ്, വിട്ടുകളയരുത്. വിശ്വാസം വിട്ടുകളയരുത്. നമ്മള് നോക്കാം, രാത്രി ഭയങ്കര കട്ടികൂടിയ ഇരുട്ടിന്റെ രാത്രി കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ സൂര്യൻ വന്ന് പടോന്ന് പറഞ്ഞ് അങ്ങ് ഉദിക്കുകയാണ്. ആദ്യം ഒരു ചെറിയ കിരണമല്ലേ ഉള്ളൂ, ഒരു ചെറിയ സ്പാർക്ക് ഓഫ് ലൈറ്റ് അല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അവിടുന്നല്ലേ ഉച്ചയ്ക്ക് 12 മണിക്ക് കത്തി ജ്വലിച്ച്
മനുഷ്യന് വെളിയിലിറങ്ങി നടക്കാൻ വയ്യാത്ത ചൂടിലേക്ക് അത് മാറുന്നു. ഇന്നെ കേൾക്കുന്നവരുടെ തുടക്കം ജസ്റ്റ് സ്പാർക്ക് ഓഫ് ലൈറ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ കേൾക്കുന്ന വചനം മേ ബി എ സ്പാർക്ക് ഓഫ് ലൈറ്റ്. ഈ ദൈവവചനത്തിലേക്ക്, ദൈവത്തിലേക്ക്, ജീവനുള്ള ദൈവത്തിലേക്ക് ഒരു സ്പാർക്ക് ഓഫ് ലൈറ്റ് ആയിരിക്കും ഇത് പിടിച്ചോണം. മധ്യാഹ്നത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ നിങ്ങൾ ഉദിക്കും. സാമ്പത്തികത്തിലും ആരോഗ്യത്തിലും തലമുറകളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ. ഞാൻ ഇന്നൊരു പ്രവചനാത്മാവിൽ പറയുകയാണ്, ഈ സ്പാർക്ക് ഓഫ് ലൈറ്റ് നിങ്ങൾ പിടിച്ചെടുത്തോണം. അതുമായിട്ട് മുന്നോട്ട് പോക്കണം. അതിനായിട്ട് വിട്ടുകളയരുത്. ഈ ദൈവത്തിന്റെ വചനം മുഴുവൻ എഴുതിയേക്കുന്നത് വിട്ടുകളയാത്തതിന്റെ കൂടെ ദൈവത്തിന്. വീണ്ടും എന്നോട് കർത്താവ് പറയാ, മഴ കഴിയുമ്പോൾ അത് ആകാശത്തെ റിഫ്രഷ് ചെയ്യുന്നത് പോലെ നീ കടന്നു പോകുന്ന സാഹചര്യം ദൈവം കണ്ടില്ലെന്ന് പറയരുത്. കണ്ണുനീരിന്റെ അനുഭവം കണ്ടില്ലെന്ന് പറയരുത്. ഇതിനപ്പുറം ഒരു വലിയ മഹത്വം വരുന്നുണ്ട്. അതിൽ വിശ്വസിക്കണം. ദാറ്റ്സ് എ സ്പാർക്ക് ഓഫ് ലൈറ്റ്. ഇഗ്നൈറ്റ് ചെയ്യും. അത് ചില സ്പാർക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിശ്വാസം ഇഗ്നൈറ്റ് ചെയ്യും. ഇതാ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കടുമണിയോളമുള്ള വിശ്വാസമുണ്ടല്ലോ, അത് മലകളെ നീക്കുന്ന വിശ്വാസം. എവിടെ? ആ സ്പാർക്ക് ഓഫ് ലൈറ്റ്. ആ വിശ്വാസത്തിന്റെ ഒരു വാക്ക്, വിശ്വാസത്തിന്റെ ഒരു ചലനം. അപ്പോൾ ഈ വിത്ത് എന്തുവാ ചെയ്യുന്നത്? ആ വെളിച്ചത്തിന്റെ ലൈറ്റ് കോൺഷ്യസ് ആയിട്ട് അത് വളരുന്നത്. അപ്പോൾ തന്നെ അത് പ്രതികൂലങ്ങളെ തകർക്കും. രണ്ട്, അത് വിശ്വാസത്തോടെ, ഞാൻ പറഞ്ഞ എല്ലാ അറിവും നേടിയിട്ട് ഫോട്ടോസിന്തസിസും പിന്നെ ടെക്നോളജിയും സയൻസും ആസ്ട്രോണോമിയും എല്ലാം ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല വചനം വളരുന്നത്. അത് ലൈറ്റ് കോൺഷ്യസ് ആണ്. ഇന്ന് നിങ്ങൾക്ക് ഈ ദൈവത്തിൽ വിശ്വാസമുണ്ടോ? വളരും, വളരും, വളരും. അവിടെ എഴുതിയിരിക്കുന്നത് ഭൂമി ഞാറും ആയിട്ടും കതിരായിട്ടും വിത്തുകളായിട്ടുമായി. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിന്ന് മണി. എവിടെ ആരാ കൊടുക്കുന്നത്? ഭൂമി. ഒരിക്കൽ പ്രതികൂലമെന്ന് പറഞ്ഞ ആ സാഹചര്യം തന്നെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സപ്ലിമെന്റ്. ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിനകത്ത് എന്തോ ഒന്ന് പഠിക്കാനുണ്ട്. ഇപ്പൊ കടന്നു പോകുന്ന പ്രയാസമുണ്ടല്ലോ, അത് നിന്നെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ കതിരിലേക്ക് വരാൻ തക്കോണം എന്തൊക്കെയോ. അതല്ലേ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പ്രതികൂലം ഇല്ലാത്തവരില്ലല്ലോ, പ്രതിസന്ധി ഇല്ലാത്തവരില്ലല്ലോ. പക്ഷെ നമ്മൾ വിട്ടുകളഞ്ഞു. വിട്ടുകളയാത്തവരാണ്. അപ്പൊ പ്രതികൂലവും പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, വിട്ടുകളയാത്തവരാ ജയം പഴുത്. ഞാനത് മുമ്പേ പറഞ്ഞ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പല അനുഭവങ്ങളും നമ്മൾ കാണാൻ പറ്റും. കടൽ തീരത്ത് ചെല്ലുമ്പോൾ ഒറ്റ തിര വന്നടിച്ചിട്ട് ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോമോ? ഇല്ല. ഒരു തിര വന്ന് അടിക്കുമ്പോൾ കടൽ തീരത്ത് കയറാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ ഞാൻ പോയേക്കാം, എന്നാ വേറെ തീരം നോക്കി പോയേക്കാന്ന് പറഞ്ഞ് പോകത്തില്ല കടല്. അടുത്ത തിര വരും. ഇത് പോകുന്നതിന് മുമ്പേ അടുത്ത തിര വരും. അതിന്നും ചരിത്രാതീത കാലം മുതൽ ഇന്നും തിരകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറട്ടെ, പ്രതികൂലത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത് തിരമാല പോലെ മുന്നോട്ട് ആഞ്ഞ് മുന്നോട്ട് വന്നോണം. മുന്നോട്ട് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ. ആ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ വേണം. വിശ്വാസം, പ്രതീക്ഷ രണ്ടും രണ്ടാണ്. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കാണും ഒരു പരിധി വരെ. പക്ഷെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കേ ഉള്ളൂ. നാളെ ഈ സാഹചര്യം മാറും, നാളെ എന്റെ അത്ഭുതം കാണും, എന്റെ തലമുറകളുടെ ഉയർച്ചകൾ ഉണ്ടാകും, എന്റെ സാമ്പത്തിക രംഗത്തിൽ ഉയർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാത്ത ആ കടുമണി ഇങ്ങനെ ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കടുമണി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ കേൾക്കുന്നവരോട് പറയട്ടെ, ഏത് കണ്ണുനീരിന്റെ അപ്പുറവും ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്. ഏത് ശ്രമത്തിന്റെ അപ്പുറത്തും നിങ്ങൾക്കൊരു അത്ഭുതം ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിരാശപ്പെടാൻ വരട്ടെ, ഭാരപ്പെടാൻ വരട്ടെ. എല്ലാ പ്രതികൂലത്തിനകത്തും വഴി ദൈവം തുറക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരു കാലത്തും ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുമെന്നുള്ള തിരുവചന പ്രകാരം കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കടുമണിയോളമുള്ള വിശ്വാസത്തെ ഒന്നുകൂടെ ഒന്ന് ഫലപ്രദമായി വെളിയിലെടുക്കുവാൻ, വിശ്വാസത്തോടെ ഒന്നുകൂടെ മുൻപോട്ട് പോകാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഭൂമി, ആ അകത്ത് പോയ, ആരും കാണാതിരുന്ന, തീർന്നെന്ന് പറഞ്ഞ സാഹചര്യത്തിലും ഭൂമി അതിന് വേണ്ടുന്ന വളർച്ചയ്ക്ക് വേണ്ടുന്ന ചൂടും പിന്നെ കർത്താവെ വെള്ളവും ഈർപ്പവും ഒക്കെ നൽകി അതിനെ വളർത്തിയതുപോലെ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂലം തന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളത്തെ നന്മകൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനമാണ് ആ ഭൂമി സ്വയമായി അതിന് വേണ്ടുന്ന ശക്തി നൽകി
അതിനെ കതിരാക്കി, ഞാറാക്കി, കതിരാക്കി, അതിൽ കതിർ മണികൾ, അത് വിത്ത് ഉണ്ടാക്കിയതുപോലെ ഈ കേൾക്കുന്ന മുഴുവൻ പേരുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതികൂലത്തിനകത്തും ഒരു വളർച്ച ഉണ്ടാകട്ടെ. ഞങ്ങൾ ആ വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, വിശ്വാസത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരും രാജ്യങ്ങളിൽ സമ്പന്നരുമായി തീരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ വഴികളും തുറക്കപ്പെട്ട്, വാതിലുകൾ തുറക്കപ്പെട്ട്, ദൈവഹിതപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മടുത്തു പോകല്ല, വിട്ടുകളയരുത്, മുൻപോട്ട് പോകണം. പ്രാർത്ഥനയിലും ആരാധനയും മുൻപോട്ട് പോകണം. നാളെ രാവിലെ 6:30 മണിക്കാണ് നമ്മുടെ കോഴഞ്ചേരി ചർച്ചിൽ ആരാധന നടക്കുന്നത്. പറ്റുന്നവരെല്ലാം വരിക. 6:30 വരാൻ പറ്റുന്നില്ല, ബസ്സിന്റെ പരിമിതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 7 മണിക്ക് വന്നാലും 7:00 വന്നാലും ഒരു കുഴപ്പമില്ല. വരിക, നിങ്ങളെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരിക. എനിക്കറിയാം 3 ബസ് മാറി കയറി എല്ലാ ആഴ്ചയിലും വരുന്നവരാണ്. 3 ബസ് മാറി കയറി അവരെങ്ങനെ പോയാലും ഒരു 6:45 ആകുമ്പോഴത്തേക്ക് വരികയും ചെയ്യും. സ്വന്തം വാഹനങ്ങളുള്ളവർ ചിലപ്പോൾ 7:30 ഒക്കെ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾ 6:30 തന്നെ വരിക. ഇല്ല, ബസ്സൊക്കെ കയറിയാണെങ്കിൽ നിങ്ങൾ 6:45 7 7:15 എപ്പോഴെങ്കിലും വാ. നിങ്ങളുടെ വിശ്വാസത്തെ ആ ദൈവം മാനിക്കും. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അപ്പൊ നാളെ എല്ലാവരെയും വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഒന്നുകൂടെ വിളിച്ചു പറയാം. വിട്ടുകളയത്തില്ല ബ്രദറെ, വിട്ടുകളയത്തില്ല, ഒന്നിലും വിട്ടുകളയത്തില്ല. അപ്പൊ ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.